ചെറുതുരുത്തി പള്ളം കൊറ്റമ്പത്തൂരിൽ അരക്കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ ശക്തമായ തുടരന്വേഷണവുമായി പോലീസ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ച് രഹസ്യ കേന്ദ്രത്തിൽ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നത് വൻ മാഫിയ സംഘമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് നിഗൂഢമായ രീതിയിൽ പ്രവർത്തിക്കുന്ന റബ്ബർ എസ്റ്റേറ്റുകൾക്കിടയിലെ കോഴിഫാമിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഓട്ടോ ഡ്രൈവർമാരെന്ന് പറയപ്പെടുന്ന 2 പേർ പിടിയിലായതിനെ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പിടിയിലായ മലപ്പുറം താനൂർ കുഴിയപ്പറമ്പ് വീട്ടിൽ 36 വയസ്സുള്ള ഷെരീഫ്, തിരുമിറ്റക്കോട് നെല്ലിക്കാട്ടിരി പുലവെട്ടത്ത് വീട്ടിൽ 24 വയസ്സുള്ള ഉനൈസ് എന്നിവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി. കോഴിഫാം നടത്താൻ സ്ഥലം വാടകയ്ക്കെടുത്തത് ചാത്തന്നൂർ വലിയകത്ത് വീട്ടിൽ അമീൻ എന്ന വ്യക്തിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. 1 വർഷം മുമ്പാണ് ഉമ്മർ എന്ന വ്യക്തിയുടെ സ്ഥലം കോഴിഫാമിനെന്ന് ബോധ്യപ്പെടുത്തി അമീൻ വാടകയ്ക്കെടുത്തത്. 3 മാസം മുമ്പ് വരെ ഇവിടെ കോഴികളെ വളർത്തിയിരുന്നു. കച്ചവടം നഷ്ടമാണെന്നും അടുത്തുതന്നെ സ്ഥലം ഒഴിഞ്ഞു തരാമെന്നും അമീൻ അറിയിച്ചിരുന്നതായി സ്ഥലമുടമ പറയുന്നു. ഇവിടെ പുകയില ശേഖരിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും ഉടമ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മാഫിയ പ്രവർത്തനത്തിന് അനുയോജ്യമായ എസ്റ്റേറ്റുകൾക്കിടയിലെ നിഗൂഢമായ സ്ഥലം കോഴിഫാമിനെന്ന വ്യാജേന തെരഞ്ഞെടുത്തത് മാഫിയ പ്രവർത്തനം ലക്ഷ്യമിട്ടാണെന്ന് പോലീസ് സംശയിക്കുന്നു. 150ഓളം ചാക്കുകളിലായാണ് ഇവിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. മൈസൂരിൽ നിന്ന് ഉള്ളി കൊണ്ടുവരുന്ന ലോറിയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നതെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത ഗോഡൌണിൽ നിന്ന് പാക്കിംഗ് മെഷീനുകളും കവറുകളും കണ്ടെടുത്തു. 2 ലോറികളിലായാണ് പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. ഇത് 2ാം തവണയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടുന്നത്. കഴിഞ്ഞ മെയ് 14-ന് 80 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും 2 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും പ്രതികൾ പിന്നീട് ജാമ്യത്തിലിറങ്ങി. അന്ന് പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുകയാണ്. ലഹരി കേസുകളിൽ പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.